This news is brought to you by ARX Travel and Holidays, City Square Building, ചെറുപുഴ. പുളിങ്ങോം മഹാ ഉറൂസ് ഈ മാസം 9 മുതൽ 13 വരെ നടക്കും. 9-ന് രാവിലെ സ്വാഗത സംഘം ചെയർമാൻ പി അബ്ദുൾ റസാഖ് ഹാജി പതാക ഉയർത്തും. വൈകിട്ട് 4:30-ന് കടയക്കര പള്ളി സന്ദർശനവും രാത്രി 7:30-ന് പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനവും നിർവഹിക്കും. തുടർന്ന് മെഗാ ദഫും ഇശൽ വിരുന്നും നടക്കും. 10-ന് ഉച്ചയ്ക്ക് 1:30-ന് മുഹമ്മദ് ജുനൈദ് തങ്ങൾ അൽ ബുഹാരിയുടെ നേതൃത്വത്തിൽ ഖത്തം ദുആ മജ്ലിസും വൈകിട്ട് 7-ന് പാണക്കാട് സയ്യിദ് മുഖ്താർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ദിക്ർ ഹൽഹയും നടക്കും. 11-ന് രാവിലെ കുരുടഞ്ചാൽ സിയാറത്തും വൈകിട്ട് 5-ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സൗഹൃദ സംഗമവും നടക്കും. 12-ന് ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് 7-ന് സനദ് ദാന സമ്മേളനവും നടക്കും. സനദ് ദാന സമ്മേളനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കൊയ്യോട് ഉമ്മർ മുസ്ലിയാർ പ്രഭാഷണം നടത്തും. 13-ന് വൈകിട്ട് സമാപന മൗലിദ് പാരായണത്തിനും ഇഷ്ക് മജ്ലിസിനും അൻവർ അലി ഹുദവി നേതൃത്വം നൽകും. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ പി അബ്ദുൾ റസാഖ് ഹാജി, കൺവീനർ അബ്ദുൽ ജലീൽ, ട്രഷറർ സഫ്വാൻ TV, പ്രചാരണ കമ്മിറ്റി ചെയർമാൻ സാദിഖ് പുളിങ്ങോം, കമ്മിറ്റി അംഗം ജലീൽ കെ, വൈസ് ചെയർമാൻ ടി മഹ്മൂദ് ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സുഹേൽ ഫൈസി പൂരാട്, അസർ കല്ലൂർ, കാജ ഹുസൈൻ ദാരിമി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അതിമനോഹരമായ ഇശൽ വിരുന്ന് ഉദ്ഘാടന ദിവസം സംഘടിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഖത്തം ദുആക്ക് ശേഷം വൈകുന്നേരം മജ്ലിസിനോട് ബഹുമാനായ പാണക്കാട് സയ്യിദ് മുഖ്താർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുകയും അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനായ പണ്ഡിതൻ ഉസ്താദ് യഹിയ ബാക്കവി പുഴക്കര അവർകളാണ്. ഉറൂസിന്റെ 3-ാം ദിവസമായ ശനിയാഴ്ച കുരുടഞ്ചാൽ ഷഹദാക്കളുടെ മക്ബറ സിയാറത്ത് നടത്തും. ഇതിന് നേതൃത്വം നൽകുന്നത് ബഹുമാനായ സയ്യിദ് മഹ്മൂദ് സഫ്വാൻ തങ്ങൾ ഏഴുമലാവുകളാണ്. തുടർന്ന് വൈകുന്നേരം 5 മണിക്ക് മത സൗഹാർദ്ദത്തിന്റെ കീഴിലമായ പുളിങ്ങോത്ത് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനായ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളാണ്. പ്രസ്തുത വേദിയിൽ ബഹുമാനായ MP രാജ്മോഹൻ ഉണ്ണിത്താൻ അവർ, MLA-മാരായ DA മസൂദൻ, NA നെല്ലിക്കുന്ന് തുടങ്ങിയ ജനപ്രതിനിധികളും നമ്മുടെ തൊട്ടടുത്ത മഹലിലെ ഉസ്താദുമാരും അതുപോലെ പുളിങ്ങോം സെന്റ് ദേവാലയത്തിലെ വികാരി, അതുപോലെ പുളിങ്ങോം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭാരവാഹികളും വിവിധ സമൂഹത്തിന്റെ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ ആളുകളും ആ ചടങ്ങിൽ പങ്കെടുക്കുകയും സൗഹൃദ പ്രഭാഷണം ബഹുമാനായ മുനയ്യർ ഹുദവികളിൽ നടത്തുന്നത്. വൈകുന്നേരം 8:30-ന് മതപ്രഭാഷണം പ്രമുഖ പണ്ഡിതൻ ഡോക്ടർ ഫാറൂഖ് നൈമി കൊല്ലം അൽ ബുഹാരി കൊല്ലം അവർ നടത്തുകയാണ്. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 10,000-ങ്ങൾക്കുള്ള അന്നദാനം. അന്നദാനത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉറൂസ് കമ്മിറ്റി പൂർത്തീകരിച്ചിട്ടുണ്ട്. തുടർന്ന് വൈകുന്നേരം 7 മണിക്ക് സന്നദ്ധാന സമ്മേളനം നടക്കും. സന്നദ്ധാന സമ്മേളനത്തിൽ അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവர்களാണ്. സന്നദ്ധാന പ്രഭാഷണം നടത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ട്രഷറർ ഷെയ്ഖുന കൊയ്യോട് ഉമർ മുസ്ലിയാർ അവர்களാണ്. അന്നത്തെ വേദിയിൽ സന്നദ്ധാനം നടത്തുന്നത് ബഹുമാനായ ദാറുൽ അസ്താർ ശരീഅത്ത് കോളേജിന്റെ പ്രിൻസിപ്പൽ PK അബൂബക്കർ ഫൈസി അവர்களுം സന്നദ്ധാന പ്രഭാഷണം നടത്തുന്നത് സയ്യിദ് ഹുസൈൻ തങ്ങൾ അൽ ഹസരി പട്ടാമ്പിലും. തുടർന്ന് നടക്കുന്ന മതപ്രഭാഷണം പ്രമുഖ വാഗ്മിയായ ഉസ്താദ് ഇബ്രാഹിം ഖലീൽ ഹുദവി കാസർഗോഡ് നിർവഹിക്കും. തുടർന്ന് കൂട്ടുപ്രാർത്ഥന പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖുന ബംറാൻ അബ്ദുൽ ഖാദർ മുസ്ലിയാർ നേതൃത്വം നൽകും. സാധാരണ ഉറൂസ്
ഞായറാഴ്ച കൊണ്ട് തിങ്കളാഴ്ച കൊണ്ട് അവസാനിക്കുമെങ്കിലും തിങ്കളാഴ്ച വൈകുന്നേരവും ഇഷ്ക് മജ്ലിസ് ഭക്തർക്കായി ഇഷ്ക് മജ്ലിസ് ഈ വർഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് ഉസ്താദ് അൻവർ അലി ഉദവി മലപ്പുറം അവர்களാണ്. ഏപ്രിൽ 13 സമാപന മൗലീദ് പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ വർഷത്തെ ഉറൂസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ്. അവരുടെ എല്ലാ മേഖലകളിലും അവരെ പോലെ ക്ഷണിച്ചിട്ടുമുണ്ട്. അവരുടെ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് PHG-ന്റെ സഹകരണമാണ്. അത് പൂർണ്ണമായും നമ്മുടെ ഉറൂസ് കമ്മിറ്റിയോടും ഇവിടെ എത്തുന്ന പ്രത്യേകങ്ങൾക്ക് വേണ്ട എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് ഏർപ്പെട്ടിട്ടുണ്ട്. ഉറൂസ് കമ്മിറ്റിയുടെ സെക്രട്ടറി എല്ലാ വിവരങ്ങളും നൽകിക്കഴിഞ്ഞു. ഇവിടെ ഈ ഉറൂസ് നടക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ വന്ന അന്നത്തെ സഹാബികളാണെന്നാണ് ഞങ്ങൾ തലമുറയായി കേട്ടു വന്നത്. ഇവരാദ്യം ഉണ്ടായത് കർണാടക സ്റ്റേറ്റിൽ എരുമാട് എന്ന സ്ഥലത്താണ് ആദ്യം അവിടെ വന്ന് അവിടെ താമസിക്കുകയൊക്കെ ചെയ്ത് അവിടെ നിന്നാണ് ഈ പുളിങ്ങോത്തേക്ക് വന്നത്. പുളിങ്ങോത്ത് വന്നിട്ട് ഇവരാദ്യം താമസിച്ചത് കടയക്കര പള്ളി എന്ന് പറയുന്ന 1 കിലോമീറ്റർ അപ്പുറം സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ പള്ളിയും സൗകര്യങ്ങളൊക്കെ ആയി. അന്ന് വ്യാഴാഴ്ച വൈകുന്നേരം അവിടത്തേക്ക് ഇവിടുന്ന് ഘോഷയാത്രയായി അവിടെ ചെന്ന് അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇതേ ദിവസം തന്നെ ഈ പുളിങ്ങോ ഔലിയാക്കളുടെ പേരിലുള്ള ഉറൂസ് കർണാടകത്തിൽ ആദ്യം ഇവര് താമസിക്കുന്ന പറയുന്ന സ്ഥലത്ത് ഇതേ ദിവസം ഈ 5 ദിവസം തന്നെ അവിടെയും ഉറൂസ് നടക്കുന്നുണ്ട്. അതുമാതിരി തന്നെ ഉറൂസിൻ്റെ എല്ലാ മഹിമയോടുകൂടി തന്നെ പാരമ്പര്യമായി ഞങ്ങൾക്ക് കൈമാറി കിട്ടിയ ഈ ഉറൂസ് ഞങ്ങൾ വളരെ ഭംഗിയായി ആഡംബരത്തോടു കൂടി തന്നെ എല്ലാം നടത്താൻ തീരുമാനിച്ച് അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ 98% പൂർത്തിയായി. വൈസ് പ്രസിഡന്റ് AG അബ്ദുള്ള സാഹിബ്, ടി മഹമ്മൂദ് ഹാജി, സെക്രട്ടറി സാദിഖ് പുളിങ്ങോ, ഖജാൻജി സഫ്വാൻ TV തുടങ്ങിയ ഭാരവാഹികൾ നേതൃത്വം നൽകുന്നുണ്ട്. ഏപ്രിൽ 13 തിങ്കളാഴ്ച രാത്രി മൗലിദ് പാരായണത്തോടെയാണ് 5 നാൾ നീണ്ടു നിൽക്കുന്ന ഉറൂസ് സമാപിക്കുന്നത്. യാത്രകൾ ഇനി സ്വപ്നമല്ല, സുരക്ഷിതമായും സന്തോഷകരമായും ലോകം ചുറ്റാൻ സമയമായി. നിങ്ങളുടെ വിസ നടപടികളും ടിക്കറ്റ് ബുക്കിംഗും ഇനി ടെൻഷനില്ലാതെ പൂർത്തിയാക്കാം. എയറെക്സ് ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ്, സിറ്റി സ്ക്വയർ ബിൽഡിംഗ്, ചെറുപുഴ. വിസിറ്റിംഗ് വിസ, ഉംറ വിസ, വിസ സ്റ്റാമ്പിംഗ്, ഏത് വിസ കാര്യങ്ങൾക്കും ഇനി എളുപ്പം. ഒപ്പം മികച്ച നിരക്കിൽ എയർ, ട്രെയിൻ, ബസ് ടിക്കറ്റുകളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആഭ്യന്തര അന്തർദേശീയ ടൂർ പാക്കേജുകൾ, പാസ്പോർട്ട് സേവനങ്ങൾ, ഗാംക മെഡിക്കൽ അപ്പോയിന്റ്മെന്റ്സ് തുടങ്ങി എല്ലാ ട്രാവൽ സൊല്യൂഷൻസും ഒരൊറ്റ കുടക്കീഴിൽ. ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് മനസ്സ് നിറഞ്ഞൊരു യാത്ര. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ആകട്ടെ, യാത്ര തുടങ്ങാം എയറെക്സിനൊപ്പം. യാത്രകൾ ഇനി ആവേശകരമാകട്ടെ. ചെറുപുഴയിൽ ഇനി ട്രാവൽ ആവശ്യങ്ങൾക്കായി എങ്ങും പോകേണ്ട. സിറ്റി സ്ക്വയർ ബിൽഡിംഗിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് തൊട്ടുമുകളിൽ എയറെക്സ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് തന്നെ വിളിക്കൂ 7994423062.